ഹായ് ഹലോ നമസ്കാരം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടൈപ്പ് റൈറ്ററിൻ്റെ ക്യാരേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഓക്കെ, ക്യാരേജുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിരവധി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിരവധി പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാധാരണഗതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഈ ക്യാരേജും പേപ്പർ ഇരിക്കുന്ന ആ ഒരു മൊത്തത്തിലുള്ളൊരു ഭാഗം ഇടത്തോട്ടും വലത്തോട്ടും മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇടത്തേക്കും വലത്തേക്കും മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ സംവിധാനങ്ങളാണ് ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുക, ക്യാരേജിനെ വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്നൊരു സംശയവും ഉണ്ടാകാറുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ക്യാരക്ടർ കീ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് എവിടേക്ക് മൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്പേസ് ബാർ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് എങ്ങോട്ട് മൂവ് ചെയ്യും, ക്യാരേജ് എങ്ങോട്ട് മൂവ് ചെയ്യും, അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കീസുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ കുറച്ച് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ക്യാരേജിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ചെറിയ സംവിധാനമാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് റൈറ്ററിലുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ ക്യാരേജ് എന്ന് പറയുന്ന ഭാഗം ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഈ ക്യാരേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇടത്തേക്ക് മൂവ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വലത്തേക്ക് മൂവ് ചെയ്യാറുണ്ട്. ക്യാരേജിനെ വലത്തേക്ക് അതുപോലെ തന്നെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, വലത് നിന്നും ഇടത്തേക്ക് ക്യാരേജിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം. ഓക്കെ, 4 സംവിധാനങ്ങളാണ് പറയുന്നത്. നോക്കിക്കോണേ. ഒന്ന് ക്യാരക്ടർ കീ. ഏതാണ്? ക്യാരക്ടർ കീ ആണ് ആദ്യമായിട്ട് പറയുന്നത്. നമുക്കറിയാം ക്യാരക്ടർ കീ എന്ന് പറയുന്നത് വ്യക്തമായി നമുക്ക് ഒരു ടൈപ്പ് ബാർ ഉയർത്താൻ കഴിയുന്നുവെങ്കിൽ അത്തരം കീകളെ കുറിച്ചാണ് നമ്മൾ ക്യാരക്ടർ കീ എന്ന് പറഞ്ഞത്. ക്യാരക്ടർ കീയുടെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ കീ എന്താണെന്നൊരു ധാരണയുണ്ട് നമുക്ക്. അപ്പോൾ ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ക്യാരേജ് എവിടേക്ക് മൂവ് ചെയ്യും, ഇടത്തേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ടല്ലേ നമ്മൾ പേപ്പർ വെച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ക്യാരേജ് പൂർണ്ണമായി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നേരെ ഇടത്തേക്കാണ് പോകുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരേജ് റിട്ടേൺ ലിവർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, അവനെ വിളിച്ചുകൊണ്ട് വരുന്ന പരിപാടിയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ ആണേ. അപ്പോൾ ക്യാരേജ് എന്ന് പറയുന്ന ഭാഗം ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇടത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ നോക്കിക്കോണേ, രണ്ടാമത്തത് സ്പേസ് ബാർ ആണ്. ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സ്പേസ് ബാർ ആണ്. നമ്മൾ സ്പേസ് ബാർ ടാപ്പ് ചെയ്യുമ്പോൾ ഇംപ്രഷൻ ഉണ്ടാകുന്നില്ല, മറിച്ച് എന്തുണ്ടാകുന്നുണ്ട്, ക്യാരേജ് ഇടത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇംപ്രഷൻ ഉണ്ടാകുന്നില്ല, മറിച്ച് ക്യാരേജിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നതാണ് നമ്മുടെ ടാബുലേറ്റർ ബാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാബ് കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാബ് കീസ് നമുക്കറിയാം, നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് ക്യാരേജിനെ എത്തിക്കുക എന്നതാണ് എന്തിൻ്റെ പരിപാടി, നമ്മളെ ടാബ് കീസിൻ്റെ പരിപാടി. അപ്പോൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോഴും ക്യാരേജ് എങ്ങോട്ടായിരിക്കും പോകുന്നത്, ക്യാരേജ് ഇടത്തേക്ക് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ ആണേ. അതിനുശേഷം വരുന്ന നാലാമതൊരു ഭാഗമാണ് ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്ന ഭാഗം. ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത് 2 എണ്ണമാണുള്ളത്. ക്യാരേജിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, 2 വശങ്ങളിലായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ താണ്ട് ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് ക്യാരേജ് റിലീസ് ലിവർ. ഇവന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഞാൻ ഇവിടെ ഇവൻ്റെ പേര് ഞാൻ പറഞ്ഞു, ക്യാരേജ് റിലീസ് ലിവർ എന്ന് ഇവിടെ ഇവൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന കാര്യം പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്ന ഭാഗം അവിടെയും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം 2 എണ്ണം ഉണ്ട്, കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ 2 ക്യാരേജ് റിലീസ് ലിവറുകളാണുള്ളത്. ഇത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കാം, ക്യാരേജിനെ വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ കുമ്പിടിയാണ്, അവിടെയുണ്ട് ഇവിടെയുണ്ട്, വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തും ഓർത്തു വെച്ചിരിക്കണം, ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത് ക്യാരേജിനെ ഇടത്തേക്കും വലത്തേക്കും മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ ഏകദേശം ധാരണയായി കാണും. ക്യാരക്ടർ കീസ് ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ക്യാരക്ടർ കീസിനെ നമുക്ക് പരീക്ഷകളിൽ ചോദിച്ച സമയത്ത് ക്യാരക്ടർ കീ എന്ന് നേരിട്ട് തരുന്നതിന് പകരം കീ ലിവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കീ ലിവർ എന്ന് തന്നു കഴിഞ്ഞാലും ടൈപ്പ് ബാർ എന്ന് തന്നു കഴിഞ്ഞാലും എല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ കീയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവന്മാർ ഉയർന്നു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ബാർ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ കീ ലിവർ എന്ന് പറയുന്ന സംവിധാനം മുകളിലേക്ക് ഉയരുമ്പോൾ സ്വാഭാവികമായും ക്യാരേജ് എങ്ങോട്ട് പോവും, ഇടത്തേക്ക് പോകും. അതുപോലെ തന്നെ ടാബ് കീസ്, അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് ബാർ അറിയാം, ഇംപ്രഷൻ ഉണ്ടാക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന മറ്റൊരു ഭാഗമാണ് ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത്. ഈ 4 പേരുകളും മറന്നു പോകരുത്. ക്യാരേജിനെ ഇടത്തേക്കാണ്. ഇടത്തെന്ന് പറയുന്ന സംഭവം ഉറപ്പിച്ചു വെച്ചോ, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ്. ഇനി നമുക്ക് ഇടത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വലതുവശത്തിൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കാം.
വലതുവശം വരുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഈ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അത്തരം ഒരു കീ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിച്ചു മക്കളെ അത് വലതുവശത്തേക്കാണ്. ആരെയാ? ക്യാരേജിനെ വലതുവശത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ആര്? ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നത്. ഒരു ഡൗട്ടും ഇല്ല, ബാക്ക് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അത് വലതുവശത്തേക്കാണെന്ന് ഉറപ്പിച്ചേക്കുക. അവിടെ അതിന് പിന്തിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇടത്തിൻ്റെ കാര്യമായിരുന്നു. വലത്തേക്ക് വരുമ്പോൾ ബാക്ക് സ്പേസ് കീ ഉണ്ട്. പിന്നീട് വരുന്ന മറ്റൊന്നാണ് ലൈൻ സ്പേസ് അല്ലെങ്കിൽ ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്ന് പറയുന്നത്. എന്താണ് ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്ന് പറയുന്നത്? ദാ ഈ ഒരു ലിവറിനെയാണ് നമ്മൾ ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്ന് പറയുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ക്യാരക്ടർ കീ ഒക്കെ ഇങ്ങനെ പതിപ്പിച്ച് പേപ്പറിനകത്ത് നമ്മൾ ക്യാരക്ടർ കീ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രഷൻ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരേജിനെ പൂർണ്ണമായും ഇടത്തേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ ഓർമ്മയുണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇതാണ്. ഇതങ്ങോട്ട് പ്രസ് ചെയ്യുന്നു, തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നു, ഇവിടെ പ്രസ് ചെയ്യുന്നു, തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ പൂർണ്ണമായും ഇടത്തേക്ക് പോയ ക്യാരേജിനെ വലത്തേക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ഇവനെ ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് വിളിച്ചിരുന്നത്, ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്ന് പറയുന്നതും എന്തു ചെയ്യുന്നു? ക്യാരേജിനെ വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ പേരായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത്. അവൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞു, അവൻ കുമ്പിടിയാണ്. അവിടെയുണ്ട് ഇവിടെയുണ്ട്. കാരണം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്യാരേജിനെ ഇടത്തേക്കും വലത്തേക്കും രണ്ട് സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് ഭാഗത്ത് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാലും ഉറപ്പിച്ചോ, അവിടെ ഇടത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാരേജ് റിലീസ് ലിവർ, വലത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാരേജ് റിലീസ് ലിവർ, രണ്ട് ഭാഗത്തും നമുക്ക് പറയാൻ സാധിക്കുന്ന പേരാണ് ക്യാരേജ് റിലീസ് ലിവർ. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗം മറന്നു പോകരുത്, കാരണം നിരവധി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്യാരേജിനെ ഇടത്തേക്ക് നീക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ ക്യാരേജിനെ വലത്തേക്ക് നീക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ചലിപ്പിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ക്യാരക്ടർ കീ ഉണ്ടായിരുന്നു, സ്പേസ് ബാർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടാബ് കീസ് ഉണ്ടായിരുന്നു, പിന്നീട് ക്യാരേജ് റിലീസ് ലിവർ ഉണ്ടായിരുന്നു. ഇനി വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? ക്യാരേജ് റിട്ടേണിംഗ് ലിവർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാരേജ് റിലീസ് ലിവർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സ്പേസ് കീ ഉണ്ടായിരുന്നു. അപ്പോൾ മറന്നു പോകരുത്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് സിമ്പിളാക്കി തന്നതാണ്. ഇതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുഴപ്പിച്ച് നമ്മൾ ഈ പരിപാടി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കണ്ട. ഇപ്പോൾ തൽക്കാലം ഇടത് വലതെന്ന് പറഞ്ഞ രൂപത്തിൽ ഇതൊന്ന് ഓർത്തിരിക്കാം, ഒരു കോഡെന്ന രൂപത്തിലങ്ങ് പെട്ടെന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.